അപ്പം അങ്ങനെ എമ്പുരാൻ കാണാൻ വേണ്ടി ഇവിടെ ആലുവയിൽ മാതാ മാധുര്യ എന്നുള്ള തിയേറ്ററിൽ വന്നേക്കാണ്. എൻ്റെ ഈ തിയേറ്ററിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പുള്ള കാരണം ഇത് ഫസ്റ്റ് തന്നെ കണ്ട് കൂടുതൽ സ്പോയിലേഴ്സ് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സിനിമ അപ്പോൾ ആ ഹൈപ്പിനുള്ള അത്ര ഉണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ എൻറ്റയർ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ഞാനിപ്പോൾ പറയുന്നതായിരിക്കും. വാട്സ്ആപ്പ് എവരിവൺ. അപ്പോൾ ഇന്ന് മോഹൻലാലിൻ്റെ ലോങ് അവൈറ്റഡ് ആയിട്ടുള്ള L2 എമ്പുരാനെ പറ്റിയാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഈ റിവ്യൂ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ക്ലാരിഫൈ ചെയ്തേക്കാം. കുറേ പേര് എൻ്റെ ഫ്രണ്ട്സ് എസ്പെഷ്യലി, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടായിരുന്നു ഈ സിനിമയുടെ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച് സിനിമ നല്ലതാണോ, സിനിമ ചീത്തയാണോ, അതൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് സിനിമ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ സിനിമ പോയി കാണുക. അത് ഒരാളുടെ അടുത്തും സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കാൻ പോകരുത്. കാരണം അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചീത്തയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് അതിൽ നിന്ന്? നിങ്ങൾ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങളാണ് അതിൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സാണ് പറയേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കുറേ ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നല്ലല്ലോ. നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ ഓൺ ഒപ്പീനിയൻ ഉണ്ടാക്കുക. അത് ഒരാളുടെ അടുത്തും ഈ സിനിമ ചീത്തയാണോ, ഈ സിനിമ നല്ലതാണോ, റിവ്യൂ കണ്ട് ഒരിക്കലും നിങ്ങളൊരു സിനിമയ്ക്ക് പോവണ്ടേ ഒന്ന് ഡിസൈഡ് ചെയ്യാൻ പാടില്ല. ഏത് സിനിമയായാലും എൻ്റെ റിവ്യൂ ആയാൽ പോലും എൻ്റെ റിവ്യൂ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം കാണുക. സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ റിവ്യൂ കാണേണ്ട ഒരു ആവശ്യമില്ല. സിനിമ പോയി കാണുക, നിങ്ങളുടെ ഓൺ തോട്ട് പ്രോസസ്സും നിങ്ങളുടെ ഓൺ ഒപ്പീനിയൻസും എന്താണെന്ന് പറയുക. അല്ലാതെ സിനിമ നല്ലതാണോ, സിനിമ ചീത്തയാണോ എന്ന് പറഞ്ഞ് നിൽക്കരുത്. കാരണം ഇതൊരു തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഐമാക്സിൽ പ്ലേ ചെയ്യാൻ അർഹത ഉള്ള ഒരു സിനിമ. ഇതൊരു ഐമാക്സ് സിനിമയല്ല, അതും കൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്തേക്കാം. ഇതൊരു ഐമാക്സ് സിനിമയാണെന്ന് പോയപ്പോൾ പറഞ്ഞ് ആരും കാണാൻ നിൽക്കരുത്. ഫുൾ സ്ക്രീൻ ആയിരിക്കില്ല, നല്ല അടിപൊളിയായിട്ട് ബ്ലാക്ക് ബാർ ഉണ്ടായിരിക്കും പൊക്കുന്ന താഴത്തെ. പക്ഷേ ഇത് ഐമാക്സിൽ പ്ലേ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഐമാക്സിൽ DMR ചെയ്ത സിനിമ അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഐമാക്സിൽ പ്ലേ ചെയ്യാൻ മാത്രം അടിപൊളിയാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം അതിന് ഞാൻ കഴിഞ്ഞ ദിവസം ഐമാക്സ് നോക്കുമ്പോൾ 1000 രൂപയാണ് ഐമാക്സ് ടിക്കറ്റിന് പ്രൈസ്. പോവരുത്, എന്തെന്ന് പറഞ്ഞാലും പോവരുത്. ഐമാക്സ് ടിക്കറ്റിൻ്റെ പ്രൈസ് കുറയാണെങ്കിൽ ഒരു 300 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപ, 200-300 രൂപയുടെ റേഞ്ചിൽ വരുവാണെങ്കിൽ പോകുക, കാണുക, ഒരു കുഴപ്പമില്ല. ആ പ്രൈസിന് വേർത്തിട്ടാണ്. 1000 രൂപ കൊടുത്ത് ഈ സിനിമ ആരും ഐമാക്സ് കാണാൻ പോകരുത്. ഈ സിനിമ നിങ്ങൾ കാണേണ്ട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പള്ളിയിലെ വിനിതയിൽ പോയി കാണുക, അല്ലെങ്കിൽ MG റോഡിലെ കവിത തിയേറ്ററിൽ പോയി കാണുക. കവിതൻ്റെ കാര്യം ഞാൻ പറയാട്ടോ. വനിതയുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് പറയാൻ പോകുന്നത്. വനിതയിൽ 4K ലേസർ അറ്റ്മോസ് പ്രൊജക്ഷനാണ് ഉള്ളത്. അപ്പോൾ അവിടെ നല്ല ഒരു പ്രൊജക്ഷൻ ക്വാളിറ്റി ഉണ്ടാവും, നല്ല സൗണ്ടും ഉണ്ടാവും. അത് മാത്രമല്ല അവിടെ ഫാൻസിൻ്റെ അത്യാവശ്യം ഓളം ഉണ്ടാവും. അപ്പോൾ കാണാനൊരു നല്ല ബാലൻസ് ആയിരിക്കും. നല്ല സൗണ്ടാണ്, നല്ല പ്രൊജക്ഷനാണ്, അത്യാവശ്യം നല്ല ക്രൗഡാണ്. അപ്പോൾ ഒരു നല്ല ബാലൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് പ്രൊജക്ഷനും സൗണ്ടും ഒന്നുമല്ല മെയിൻ പ്രയോറിറ്റി. നിങ്ങൾക്കൊരു ഫാൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫാൻ ഷോയ്ക്ക് പോകുന്ന എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കവിത തിയേറ്ററിൽ പോവുക. അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫാൻ എക്സ്പീരിയൻസ് കിട്ടുക. അപ്പോൾ ഇനി സിനിമയെ പറ്റി സംസാരിക്കുക. ഇതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു. ഇനി ആരും സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞിരിക്കരുത്. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളിത് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അതിന് കുറഞ്ഞ് ഇതൊന്നും OTT പോയി കാണാൻ നിൽക്കരുത്. ലാപ്ടോപ്പിലോ TV-യിലോ മൊബൈലിലോ ഒന്നും കാണരുത്. ഇതൊന്നും തിയേറ്ററിൽ തന്നെ കാണുക. ഏതെങ്കിലും തിയേറ്ററിൽ കാണുന്നതല്ല പറയുന്നത്, ഒരു 4K ലേസർ അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ പോയി കാണുക. ആദ്യം നമുക്ക് സിനിമയെ പറ്റിയുള്ള ടെക്നിക്കൽ സൈഡിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് പറയാം. ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ, എല്ലാവർക്കും അറിയാവുന്ന പോലെ. റിട്ടൺ ബൈ മുരളി ഗോപി. പ്രൊഡ്യൂസ്ഡ് ബൈ ആന്റണി പെരുമ്പാവൂർ ആൻഡ് ഗോകുലം ഗോപാലൻ. സിനിമാറ്റോഗ്രാഫി ബൈ സുജിത് വാസുദേവ്. എഡിറ്റഡ് ബൈ അഖിലേഷ് മോഹൻ. മ്യൂസിക് ബൈ ദീപക് ദേവ്. പിന്നെ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനീസ് ആശീർവാദ് സിനിമാസ്, ശ്രീ ഗോകുലം സിനിമാസ്. ബാക്കി വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഞാൻ എൻ്റെ പേര് പറയുന്നില്ല. ഈ സിനിമയ്ക്ക് അത് സ്റ്റാർ ചെയ്യുന്ന ആരാണെന്ന് അത് പറഞ്ഞ് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. സിനിമ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പോസിറ്റീവ് എനിക്ക് എന്താണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ ആദ്യത്തെ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ മേക്കിംഗ് കണ്ടാൽ ഒരു മലയാള സിനിമയാണെന്ന് പോലും ഇല്ല. ചില സീൻസ് ഉണ്ട് ആദ്യത്തെ അരമണിക്കൂറിൽ നോർത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്ന, മൊത്തം ഹിന്ദിയിലാട്ടോ ഇത്. നോർത്ത് ഇന്ത്യയിൽ ഒരു ആദ്യത്തെ അരമണിക്കൂർ ഇത് നോർത്ത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് മൊത്തം ഹിന്ദിയിലും പിന്നെ അതിനുശേഷം ഇംഗ്ലീഷിലും ഒക്കെ ആയിരിക്കും. മലയാളം സബ് ടൈറ്റിൽസ് അടിയിലുണ്ടാവും. അപ്പോൾ അത് കാരണം ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും അറിയാത്തവർക്കൊന്നും പേടിയൊന്നും വേണ്ട, സബ് ടൈറ്റിൽസ് ഉണ്ടാവും. ഫസ്റ്റ് ഹാഫ് കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ഹിന്ദി സിനിമയാണെന്ന്, ഒരു KGF അല്ലെങ്കിൽ ഒരു സലാർ ടൈപ്പ്
ഒരു രാജമൗലിയുടെ സിനിമയാണെന്ന് നമുക്ക് തോന്നിപ്പോ. അമ്മാതിരി മേക്കിങ്. ഇതൊരു ആരെങ്കിലും എൻ്റെ അടുത്ത് ഇതൊരു രാജമൗലിയുടെ സിനിമയാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു. ആ രീതിക്കുള്ള മേക്കിംഗ് ആണ് ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ. പിന്നെയാണ് ഇതിൻ്റെ ആക്ഷൻ സീൻസ് ഒക്കെ അടിപൊളി. ഈ കുറേ ഒരു പ്ലെയിനിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു ലാലേട്ടൻ്റെ ഒരു സ്ലോ മോഷൻ സീനുണ്ട്. ഇങ്ങനെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നിട്ട് ഇങ്ങനെ ഒരു ഖുറേഷി ഇബ്രാഹിമായിട്ട് ഇങ്ങനെ നടന്നൊക്കെ വരുന്നൊരു സീൻ അടിപൊളി. അവർ എന്തോരം മേക്കിങ്ങിന് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അത്ര അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ക്യാരക്ടറുമായിട്ട് ഒരു ലണ്ടനാണോ വാട്ടർലൂ ആണോ എനിക്ക് സ്ഥലം ഉറപ്പില്ല. ലാലേട്ടനും പിന്നെ വേറെ ഒരു ക്യാരക്ടറുമായിട്ട് ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലറും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്ലറും ഈ സൂര്യൻ്റെ വെളിച്ചമൊക്കെ ഇങ്ങനെ അടിക്കുന്നതും മേക്കിങ്ങിൽ അവർ ഒരു വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ത്രൂ ഔട്ട് എന്ന് ഞാൻ പറയില്ല, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കുറച്ച് പോർഷൻസിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിരുന്നു. വളരെ ഭയങ്കര രോമാഞ്ചം വരുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആയിരുന്നു. ചില ത്രൂ ഔട്ട് അല്ല, ചില പോർഷനിലും ഉണ്ടായിരുന്നു. പിന്നെ പറയേണ്ടതാണ് പെർഫോമൻസ് വൈസ് ലാലേട്ടന് പുള്ളി ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കൊടുത്തേക്കുന്നതിൽ പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജ് സാറായാലും പുള്ളി ഒരു മലയാളിയല്ല, ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തേക്കുന്നത്. അപ്പോൾ അതും ഭയങ്കര നാച്ചുറലായിട്ട് ഒരു മലയാളിയാണെന്ന് നമുക്ക് തോന്നില്ല. ആ രീതിക്ക് നാച്ചുറാലിറ്റി ഉണ്ട് പൃഥ്വിരാജ് സാറിൻ്റെ ആക്ടിങ്ങിൽ. അപ്പോൾ അതും എല്ലാവരും ആക്ടിങ് വൈസ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. അതിപ്പോൾ ലാലേട്ടനായാലും പൃഥ്വിരാജ് സാറായാലും മഞ്ജു ചേച്ചി ആയാലും ഇപ്പോൾ ടോവിനോ തോമസ് ആയാലും പുള്ളി ആയാലും എല്ലാവരും ഒരു കോമിക് റിലീഫ് എന്നുള്ള ഒരു രീതിക്കാണ് സുരാജ് ഏട്ടനെ ഈ സിനിമയ്ക്ക് അത് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാലും പുള്ളിയുടെ ക്യാരക്ടറും എല്ലാവരുടെയും ആക്ടിങ് വൈസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ സിനിമയ്ക്കകത്തെ പോസിറ്റീവ്സ് എന്നുള്ളത് തോന്നിയത്. ഇനിയാണ് നമ്മൾ ഈ സിനിമയുടെ നെഗറ്റീവ്സിലോട്ട് കിടക്കുന്നത്. റൈറ്റിംഗ്. ഈ സിനിമയുടെ റൈറ്റിംഗ് ഫസ്റ്റ് പാർട്ടിൻ്റെ റൈറ്റിംഗ് എൻ്റെ 7 അയലത്ത് പോലും ഇല്ല. അത് എന്താണെന്നുള്ള കാര്യം ഞാൻ ഡീപ്പായിട്ട് എല്ലാവരും ഈ സിനിമ കാണാൻ പോകണ്ട എന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് സിനിമയ്ക്കകത്ത് ഇവർ സ്റ്റീഫൻ എന്നുള്ള ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത് ആണല്ലോ. എന്നിട്ട് അവർ ലാസ്റ്റ് എൻഡിൽ അവർ പറയുന്നുണ്ട് ഖുറേഷി എബ്രഹാം എന്നുള്ള ക്യാരക്ടറിനെ പറ്റി അവർ ഡീപ്പായിട്ട് സെക്കൻഡ് പാർട്ടിൽ അവർ കാണിക്കുന്നു. പക്ഷെ അവർ ഖുറേഷി എബ്രഹാം എന്നുള്ള ക്യാരക്ടറിനെ കാണിക്കുന്നതല്ലാതെ ഇത് ആ ഒരു സ്റ്റീഫൻ എന്നുള്ള ഒരാൾ ഒരു കോട്ടൊക്കെ ഇട്ട് ഖുറേഷിയാണെന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഖുറേഷിയുടെ ക്യാരക്ടർ ആരാണ് എന്താണ് എന്നൊന്നും അവർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സിനിമയുടെ എൻഡിങ്ങിലാവുമ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട് തേർഡ് സിനിമയിൽ അവർ ഖുറേഷി എന്നുള്ള ക്യാരക്ടറിനെ കൂടുതലല്ല കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അവർ കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ സെക്കൻഡ് സിനിമയിൽ ഖുറേഷിയുടെ ക്യാരക്ടറിനെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുമെന്ന് ഇവർ പറഞ്ഞിട്ട് ഒന്നും തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു സ്ലോ മോഷൻ സീൻ വരുന്നു, ലാലേട്ടൻ ഖുറേഷിയായിട്ട് ഇങ്ങനെ നടക്കുന്നു, പിന്നെ ഒരു ഫൈറ്റ് സീൻ വരുന്നു, ലാലേട്ടൻ പൃഥ്വിരാജ് സാറിൻ്റെ കൂടെ ക്ലൈമാക്സ് ഫൈറ്റ് സീനായാലും ഫൈറ്റ് ചെയ്യുന്നു, വില്ലന്മാരൊക്കെ ഫൈറ്റ് ചെയ്യുന്നു. അതല്ലാതെ ഈ മേക്കിങ്ങിൻ്റെ രീതി എന്നല്ലാതെ ഒരു സ്റ്റോറി വൈസ് ചെയ്യുന്ന നോക്കുമ്പോൾ ഖുറേഷിയുടെ ക്യാരക്ടറിനെ ഒട്ടും തന്നെ ഒരു എന്താണെന്നറിയില്ല, ഒരു എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഖുറേഷിയുടെ ക്യാരക്ടറിനെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ലാക്കായിട്ട് തോന്നി. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് സ്റ്റീഫൻ 1-2 സീനുകളിൽ മാത്രമുള്ളത്. പക്ഷെ സ്റ്റീഫൻ ഏതൊക്കെ സീനുകളായിരുന്നു ഗൂസ് ബംസ്, എനിക്കിവിടെ സിനിമയ്ക്കകത്ത് ഗൂസ് ബംസ് വരുന്നു. ആ രീതിക്കുള്ള സീൻസ് ആയിരുന്നു. സ്റ്റീഫൻ ഏതൊക്കെ സീനുണ്ടോ ആ സീനിലൊക്കെ ഗൂസ് ബംസ് ആയിരുന്നു. അത് അവർ കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിപ്പോയി. പക്ഷെ അവർ സ്റ്റീഫനെ 1-2 സീനിൽ കാണിച്ചിട്ട് പിന്നെ അടുത്ത ഖുറേഷിനെ കാണിക്കും. പിന്നെ സ്റ്റീഫൻ എൻ്റയർലി സിനിമയിൽ നിന്ന് പുറത്തോട്ട് പോയതുപോലെയാണ്. പിന്നെ വേറെ ഒരു നെഗറ്റീവിനെ പറ്റി പറയാനാണെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് വില്ലൻ റോൾ പ്ലേ ചെയ്യുന്ന അഭിമന്യു സിംഗ് അല്ലെങ്കിൽ ബാബ ബജ്റംഗി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് അഭിമന്യു സിംഗ് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നത്. പുള്ളിയുടെ ആദ്യത്തെ ഒരു 1/2 മണിക്കൂർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മാർക്കോയിലെ ഒരു സൈറസിൻ്റെ ഫീലാണ് വരുന്നത്. ആ ലെവൽ വയലൻസ് ഇല്ല. വയലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് വയലൻസ് ഉണ്ട്, പക്ഷെ ആ മാർക്കോ ലെവൽ വയലൻസ് ഇല്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാബ ബജ്റംഗി ഒരു BJPൻ്റെ ഒരു സാധാരണ പാർട്ടി മെമ്പർ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ള ഒരു ടൈപ്പ് ഫിഗർ മാത്രമാണ്. പുള്ളി ഒരു വില്ലൻ അല്ല, ഒരു ഹീറോ അല്ല. കാരണം പുള്ളിയുടെ മോട്ടിവേഷൻ എന്താണെന്ന് ഇവർ പറയുന്നില്ല. പുള്ളി ആരാണോ പുള്ളി എന്താണോ ഒന്നും അവർ ഈ ഖുറേഷി ഇബ്രാഹിമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ
ഖുറേഷി അബ്രഹാം ആരാണ്, അല്ലെങ്കിൽ ഈ ബാബ ബജ്രംഗി ആരാണെന്നുള്ള കാര്യം ഇവർ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇവർ ജസ്റ്റ് കാണിക്കുന്നുണ്ട്, ഇതാണ് ഖുറേഷി അബ്രഹാം, ഇതാണ് ബാബ ബജ്രംഗി. പക്ഷെ അവരാരാണ് എന്നുള്ളൊരു അവരുടെ ആരാണ് ഒരു മോട്ടിവേഷൻ എന്താണെന്ന് ഡീപ്പായിട്ടും കൂടെ ഒന്ന് കാണിക്കണം. അത് അവർ കാണിച്ചിട്ടില്ല. അത് ഭയങ്കര മിസ്സിങ് ആയത്. കാരണം ലൂസിഫറിൽ നിന്ന് ബോബിയുടെ ലൂസിഫർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബോബി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരുന്നു അതിനകത്ത് വില്ലൻ. പുള്ളിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ വില്ലത്തരത്തിൻ്റെ 7 അയലത്ത് പോലും ബാബ ബജ്രംഗി ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ വളരെ നന്നായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും ബിഗ്ഗസ്റ്റ് നെഗറ്റീവ് എന്നുള്ളത് തന്നെ ഈ സിനിമയ്ക്കകത്ത് വില്ലന് പവർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ സിനിമ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഖുറേഷി എബ്രഹാം എന്നുള്ള ക്യാരക്ടർ ദൈവത്തിൻ്റെ തൊട്ടടിയിൽ വരുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഖുറേഷി എബ്രഹാം എന്ന് ഇവർ ഫസ്റ്റ് ഹാഫിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ബാബ ബജ്രംഗി എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണ് ഖുറേഷി എബ്രഹാം എന്നുള്ള ക്യാരക്ടറിനെ ഈ ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുന്നത്. ഖുറേഷി എബ്രഹാമിനെ ഇവർ അങ്ങ് ആകാശത്ത് കൊണ്ട് വെച്ചിട്ട് ബാബ ബജ്രംഗിന് ഒരു ബിൽഡപ്പും ഇല്ലാതെ ആദ്യത്തെ 1/2 മണിക്കൂർ അല്ലാതെ വേറെ ഒരു ബിൽഡപ്പും ഇല്ലാതെ എന്താണ് ഈ ബാബ ബജ്രംഗിയുടെ മോട്ടിവേഷൻ ഒന്നും അവർ കാണിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതാണ് ഹീറോ ഭയങ്കര പവർഫുൾ ആണ്. അല്ലെങ്കിൽ ഹീറോസിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ അതിപ്പോൾ മഞ്ജു വാര്യർ ആയാലും ലാലേട്ടൻ ആയാലും പിന്നെ വേറെ ഇന്ദ്രജിത്ത് ആയാലും ഹീറോസിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരും ഭയങ്കര അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് തോന്നുന്നു. പക്ഷെ വില്ലന്മാരുടെ സൈഡിൽ നിന്ന് ആരും ഒരു ഗുമ്മ വരുന്നില്ല. എന്താ ഇതൊരു വില്ലനാണ് പോട്ടെ, അത്രേ ഉള്ളൂ. ആ ഒരു ഫീലാണ് വരുന്നത്. അപ്പം പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനെ നന്നായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് വരെ അവർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ആ എക്സ്പ്ലോർ ചെയ്ത രീതി ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇത് ലൂസിഫർ സിനിമയുടെ ഒരു ഡയറക്റ്റ് കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷേ ഇതൊരു സ്റ്റാൻഡ് അലോൺ സിനിമയും കൂടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ലൂസിഫർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ മനസ്സിലാവില്ല എന്നല്ല, മനസ്സിലാകും. ലൂസിഫർ പോയി കണ്ടതിന് ശേഷം ഈ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ സിനിമനെ കുറച്ചും കൂടി അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം വിഷ്വൽസ് അവിടെ ഉണ്ട്, പിന്നെ വിഷ്വൽസും ഉണ്ട്, ഓഡിയോ ഉണ്ട്, ടെക്നിക്കലി ഇതെല്ലാ സൈഡിൽ നിന്നും നല്ലതാണ്. ഡയറക്ഷൻ നല്ലതാണ്, എഡിറ്റിംഗ് അടിപൊളിയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും അത്യാവശ്യം നല്ലതാണ്. അപ്പം മേക്കിങ്ങിൽ അവരൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. പക്ഷേ സ്റ്റോറി വൈസ് നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ലൂസിഫർ ആദ്യം കാണുക, അതിനുശേഷം ഇത് കാണുക. ഇപ്പം ഇത് നിങ്ങൾ ഇത്രയും കേട്ടിട്ട് ഇതിൽ കാണാൻ പോകേണ്ട ചീത്ത സിനിമയൊന്നും പറയേണ്ട ആവശ്യമില്ല. തറലി എൻ്റർടൈനിങ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. ഗുഡ് ബട്ട് നോട്ട് ഗ്രേറ്റ്. അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. നല്ല സിനിമയാണ്, അടിപൊളി സിനിമയല്ല, നല്ല സിനിമയാണ്. അപ്പോൾ ഇത് തിയേറ്ററിൽ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. OTT ഇത് കാണാൻ നിൽക്കരുത്. ഇത് ലൂസിഫറിൻ്റെ അത്ര ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂസിഫറിനെ കഴിഞ്ഞും കൂടുതൽ എൻ്റർടൈനിങ് ആണ്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇത് 2-3 മണിക്കൂറിൻ്റെ സിനിമയാണ്. അപ്പോൾ ലൂസിഫറിൻ്റെ ഒരു കാര്യം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി, അതിനകത്ത് റൺ ടൈം ചെറുതായിട്ട് ഫീൽ ചെയ്യും. 3 മണിക്കൂറാണെന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഫീൽ ചെയ്യും. ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ആ 3 മണിക്കൂർ എന്നുള്ള സംഭവം ഫീൽ ചെയ്തിട്ടില്ല. പേഴ്സണലി എനിക്ക് ആ 3 മണിക്കൂർ എന്നുള്ള സാധനം ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വൈസ് ലൂസിഫറിനെ കഴിഞ്ഞും എൻ്റർടൈനിങ് ആണ് എമ്പുരാൻ. പക്ഷെ റൈറ്റിംഗ് വൈസ് ഇപ്പോഴും ലൂസിഫർ തന്നെയാണ് എമ്പുരാനെ കഴിഞ്ഞും സ്റ്റോറി വൈസ് അല്ലെങ്കിൽ റൈറ്റിംഗ് വൈസ് ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഏത് സിനിമയാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരാളുടെ പേഴ്സണൽ പ്രിഫറൻസിലനുസരിച്ചിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമ നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ റിവ്യൂ കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ലൂസിഫർ ആണോ എമ്പുരാനാണോ പ്രിഫർ ചെയ്യുന്നതെന്ന് അത് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി റൈറ്റിംഗ് വൈസ് ലൂസിഫർ ആണ്, എൻ്റർടൈൻമെൻറ്റ് വൈസ് എമ്പുരാനാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അത് ഇനി പാർട്ട് 3 കൂടെ വരുന്നുണ്ട്. പാർട്ട് 3 കണ്ടാലേ നമുക്ക് എന്താണ് സ്ഥിതി എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതാണ് ലൂസിഫർ ആണോ ഏറ്റവും നല്ലത്, എമ്പുരാനാണോ ബെറ്റർ, അതോ പാർട്ട് 3 ആണോ ഇതിനൊക്കെയും എല്ലാം അടിപൊളി. ഇത് നമുക്ക് പാർട്ട് 3 വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഈ സിനിമയ്ക്കകത്തുള്ള ഒരു ഓവറോൾ റിവ്യൂ. ഞാനിപ്പോൾ ഈ സിനിമയ്ക്കകത്ത് എത്ര സ്റ്റാർ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ൽ 4 സ്റ്റാർ അല്ലെങ്കിൽ ഒരു 3.9 സ്റ്റാർസ് കൊടുക്കാം ഈ സിനിമയ്ക്കകത്ത്. ഇതൊരു ഗുഡ് ബട്ട് നോട്ട് ഗ്രേറ്റ്. അപ്പോൾ ഇനി അടുത്ത സിനിമയുടെ ഒരു റിവ്യൂ വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സി യു.